എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകൾ, തത്തമ്മയുടെയും കുയിലിൻ്റെയും ഫയലുകൾ. നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങളുടെ അകൽച്ച അവരെ മാനസികമായി തളർത്തുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങളുടെ അകൽച്ച, നിങ്ങളകന്നത് മാനസികമായി തളർത്തുന്നു എന്നതിനെക്കുറിച്ചാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ തത്തമ്മയിലേക്ക് പോകാം. നിങ്ങളുടെ അകൽച്ച അവരെ മാനസികമായി തളർത്തുന്നു. മിന്നൽ വേഗത്തിൽ ഉത്തരം നൽകുന്ന ഒരു പ്രകൃതമാണ് തത്തയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിദാനം ചെയ്യുന്നത് ആകസ്മികമായ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പോയതിൽ വളരെ പെട്ടെന്ന് ഉള്ളൊരു വിഷമം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി അഗാധമായ ദുഃഖത്തിൽ പെട്ടെന്നൊരു ഷോക്കിലേക്കായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ അകൽച്ച, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ദുഃഖം ആ വ്യക്തി പ്രകടിപ്പിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ ദുഃഖം ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുകയാണ്. ആ വ്യക്തിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല നിങ്ങളിലൂടെ ഉണ്ടായ നഷ്ടം. നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആകാം, ചിലപ്പോൾ അതൊരു താൽക്കാലികമായ ഒരു അകൽച്ചയാകാം. പക്ഷേ വൈകാരികമായാണ് ഇപ്പോൾ ആ വ്യക്തി പ്രതികരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ആ അകൽച്ച ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി ഇപ്പോൾ പെട്ടെന്നാണ് ആ അകൽച്ചയുടെ അവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ വ്യക്തി നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് അകൽച്ച ഉണ്ടായി എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ വളരെ പെട്ടെന്നാണ് അറിയുന്നത്. ആ വ്യക്തിക്ക് ഒരുപാട് മനോവിഷമം ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ അത് ബാധിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലുണ്ടായ ആ അകൽച്ച അതത്രത്തോളം ആ വ്യക്തിയെ ബാധിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന കാണാം. ഒരുപക്ഷെ ആ വ്യക്തി ഇതുവരെ നിങ്ങളെ നഷ്ടപ്പെട്ടാലും തനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആയിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് മാനസികമായിട്ടത് വേദന സൃഷ്ടിച്ചിരിക്കുന്നു. ആ വ്യക്തിക്ക് ഇനി ഒട്ടും നിങ്ങളിലൂടെയുള്ള അകൽച്ചയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിവേദന ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി ഉടനെ അത് നിങ്ങളോട് പറയും. കാരണം മാനസികമായ അത്രയും തകർച്ച ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ ഫയലായ കുയിൽ എന്ന ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. കുയിൽ കരയുമ്പോൾ അതൊരിക്കലും വെറുതെ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അകൽച്ച മൂലം ഈ വ്യക്തി കരയുന്നുണ്ട്. അതൊരിക്കലും വെറുതെ അല്ല. അങ്ങനെ ഇങ്ങനെയൊന്നും മനസ്സലിയാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സലിവ് ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തി ഇപ്പോഴാണ് പല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ടതിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, നിങ്ങളെ നഷ്ടപ്പെട്ടതിലൂടെ ആ വ്യക്തി പെട്ടെന്ന് റിയലൈസ് ചെയ്ത കാര്യങ്ങൾ, മറ്റുള്ളവരോട് പലതും മറച്ചു വെച്ചാണ് ആ വ്യക്തി മുന്നോട്ട് പോയത്. നിങ്ങളോടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം ആ വ്യക്തി മറച്ചു വച്ചിരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം അഗാധമായി തന്നെ തുടരുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് മുൻപേ തന്നെ സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. ആ വ്യക്തി മനഃപൂർവ്വം തൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ആ വ്യക്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും പാടി നടന്നൊരു വ്യക്തിയാണ്. പക്ഷേ താൻ ഇന്നൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന തൻ്റെ രഹസ്യം മാത്രം ആരോടും പറഞ്ഞില്ല. അകൽച്ചയിലാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ കരുതിയതായിരിക്കാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തി സ്നേഹം ഒളിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ആ സ്നേഹം പ്രകടിപ്പിക്കാതെ കടന്നുപോയതാണ്. എങ്ങനെയായാലും ഇപ്പോൾ അകൽച്ച അവരെ മാനസികമായി തളർത്തുന്നുണ്ട്. താൻ ചെയ്ത തെറ്റാണ്. താൻ കുറച്ച് നേരം മുമ്പ് തന്നെ തനിക്ക് സ്നേഹമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കണമായിരുന്നു എന്നുള്ള ചിന്ത ഇപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇനിയും നിങ്ങളുടെ പിറകെ വരും, ഒരുപാട് മൊഴികളുമായി. പ്രത്യേകമായിട്ട് ആ വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വരും. കാരണം ആ വ്യക്തി അങ്ങനെ പെരുമാറി നിന്നപ്പോൾ ആ വ്യക്തി കരുതിയത് നിങ്ങൾ അകൽച്ച കാണിക്കില്ല. കാരണം ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നൊരു ഘട്ടമുള്ളത് കൊണ്ട് നിങ്ങളെങ്ങനെയായാലും ആ വ്യക്തിയെ സ്നേഹിക്കും, ആ വ്യക്തിക്കൊപ്പം എത്തും എന്നാണ് ആ വ്യക്തി കരുതിയത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല പോയത്. നിങ്ങൾ കൃത്യമായ നിലപാട് അവസാനം സ്വീകരിച്ചു. ആ വ്യക്തിയെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന അകൽച്ച അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഞാനും ഇനി ഒന്നും നിർബന്ധിക്കാനായി പോകുന്നില്ല എന്നൊരു മനോഭാവത്തോടെ കൂടി നിങ്ങൾ നിലപാടെടുത്തപ്പോൾ സത്യത്തിൽ ആ വ്യക്തി പെട്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്, താൻ ഒന്നുകൂടിയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി തന്നിലേക്ക് എത്തുമായിരുന്നു എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത്. ഇപ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ കുറ്റബോധമുണ്ട്. മനസ്സിൽ ഏറ്റവും കൂടുതലൊരു മാനസികമായ വിഷമമായിട്ടത് മാറിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.